Hi, good morning everybody. Welcome back to geography class. Okay, in last class we completed our sixth chapter. Today we want to take seventh chapter, that is India, climate, natural vegetation and wildlife. What is the speciality of seventh chapter? Can you say something related to seventh chapter? Anybody? Okay, it is our last chapter, seventh chapter. Our geography seventh chapter. Can you say the chapter name? Yes. India, then climate, next natural vegetation, and wildlife. India, climate, natural vegetation and wildlife. This is our last chapter. Okay. But firstly, we want to discuss about climate. Have you heard about climate? Weather and climate. Okay. What is the difference between the weather and climate? Anybody? Can you say? Anybody? Can you say something related to climate? Climate and weather. Weather report എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കാലാവസ്ഥ അല്ലേ? എന്താ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ്? അവർ ഫസ്റ്റ് ടോപ്പിക് വെതർ ആൻഡ് ക്ലൈമറ്റ്. വാട്ട് ഈസ് അവർ ഫസ്റ്റ് ടോപ്പിക്? വെതർ ആൻഡ് ക്ലൈമറ്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? വെതർ, that is a atmospheric change in a place. അല്ലെ, ഒരു പ്ലേസിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് വേണേൽ പറയാം. ടുഡേ ഇൻ സണി ഡേ അല്ലേ, ഒരു ബ്രൈറ്റ് സണി ഡേ, നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള നല്ലൊരു തെളിഞ്ഞ ദിവസമാണെന്ന് പറയാം അല്ലേ. ഭയങ്കര മഴയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെയിനി ഡേ എന്ന് പറയാം. മഴ വരാനായി ആകാശമൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ക്ലൗഡി ഡേ എന്ന് പറയും. ഭയങ്കര കാറ്റൊക്കെ ആയിട്ടാണ്, ഭയങ്കര ഒരു കാറ്റുള്ള ദിവസമാണ്, ഒരു വിൻഡി ഡേ ആണെന്ന് പറയും അല്ലേ. അങ്ങനെ നമ്മൾ എന്താണ്, ഒരു ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ഡേ ടു ഡേ ചേഞ്ചസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ന് നല്ല വെയിലാണ്, നാളെ ചിലപ്പോൾ മഴയാവാം, അത് വെതറാണ്. എന്നാൽ നമുക്കറിയാം, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ മെയ് ദാറ്റ് ഈസ് യുവർ വെക്കേഷൻ. എന്ത് വെക്കേഷൻ നമ്മൾ പറയാറുള്ളത്? സമ്മർ വെക്കേഷൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം സീസണുകളുണ്ട്, റെയിനി സീസണുണ്ട്, സമ്മർ സീസണുണ്ട്, വിൻ്റർ സീസണുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു സർട്ടൻ പീരീഡാണ്. ഒരു ദിവസം രണ്ട് ദിവസമല്ല. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ സമ്മർ സീസണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. റെയിനി സീസൺ ജൂൺ ജൂലൈ ഒക്കെ നമ്മൾ റെയിനി സീസണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. വെതർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഇപ്പം ഇന്ന് നല്ല പ്രകാശമുള്ളൊരു ബ്രൈറ്റ് സണ്ണി ഡേ എന്ന് പറയും നമ്മൾ, ബ്രൈറ്റ് സൺഷൈൻ, ബ്രൈറ്റ് സണ്ണി ഡേ അല്ലേ. ഒരു മഴയുള്ള ദിവസമാണെങ്കിൽ റെയിനി ഡേ എന്ന് പറയും. ആകെ ആകാശമൊക്കെ അങ്ങനെ മേഘം മൂടി കിടക്കുകയാണ്, ക്ലൗഡി ഡേ എന്ന് പറയും അല്ലേ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? വെതർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രം ദിസ് ചാപ്റ്റർ വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. ഇറ്റ്സ് വെരി ഫെമിലിയർ വേർഡ്. ദെൻ all of you look at your textbook. We moving on our first topic, that is weather and climate. The state of the atmosphere at a place at any time is called weather. Underline that. What is weather? The state of the atmosphere at a place at any time. അല്ലേ, വെതർ എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരാം. രാവിലെ നല്ല ബ്രൈറ്റ് സൺഷൈൻ ആയി, ആഫ്റ്റർനൂൺ ആകുമ്പോൾ ചിലപ്പോൾ റെയിനി ആവാം അല്ലേ, മാറ്റങ്ങൾ സംഭവിക്കാം. ദാറ്റ് ഈസ് വെതർ.
When we say it is hot or cold or sunny, cloudy, rainy, windy and so on, അല്ലേ, നമ്മൾ ഭയങ്കര ചൂടെടുക്കും, ഓ ടുഡേ ഈസ് എ ഹോട്ട് ഡേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ രാവിലെ നല്ല തണുപ്പ്, ഓ വെരി കോൾഡ് അല്ലേ, അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, വെതറാണ്. ലിസൺ, when we say it is hot or cold or sunny, cloudy, rainy, windy and so on, we actually refer to the weather. Climate is the average weather or the regular pattern of weather condition of a particular place over a period of time. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക കാലഘട്ടം വരെ ഒരേ വെതർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, അല്ലേ. ഊട്ടിയിലെ ക്ലൈമറ്റ് അവിടെ എപ്പോഴും തണുപ്പാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണ് നമ്മൾ പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കറിയാം നമ്മുടെ സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ വെരി ഹോട്ടാണ്, ഭയങ്കര ചൂടാണ്, ചൂട് സഹിക്കാൻ വയ്യ, കാറ്റിനൊക്കെ ഭയങ്കര ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചൂട് കാറ്റാണ് വരിക, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഒരേ വെതർ കണ്ടീഷനാണ് അപ്പോൾ എപ്പോഴും ഉള്ളത്, അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിസൺ, ദി ക്ലൈമറ്റ് ഓഫ് എ കൺട്രി പ്ലേസ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ദ ലൈഫ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ക്ലൈമറ്റ് ഓഫ് ദ കൺട്രി അല്ലേ, അതിന് മേജർ റോൾ ഉണ്ട്, അവിടുത്തെ പീപ്പിളിൻ്റെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. It determines, for example, the crops they grow, the clothes they wear and even many of their festivals. അവരുടെ the clothes they wear അല്ലേ, അവർ വെയർ ചെയ്യണ ക്ലോത്ത്സ് അല്ലേ, അവർ ധരിക്കണ ക്ലോത്ത്സ് അല്ലേ, അവരെന്താണ് വെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ധരിക്കണ വസ്ത്രം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നല്ല ചൂടുകാലത്ത് വേനൽക്കാലത്ത് നമ്മളെന്താ നല്ല ടൈറ്റുള്ള പോളിസ്റ്റർ ഡ്രസ്സൊക്കെയാണ് നമ്മളിടുക. ലൂസ് കോട്ടൺ ക്ലോത്താണ് നമുക്ക് കൂടുതൽ നല്ലത്, കാരണം തണുപ്പ് അല്ലെങ്കിൽ ചൂടിനെ കുറയ്ക്കാൻ കഴിയുന്നതാണ് ആ ഡ്രസ്സ്. ഓക്കെ, ദെൻ ദ ക്രോപ്സ് ദ ഗ്രോ, ഇതൊക്കെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യണത്. അവർ ക്ലൈമറ്റിക് കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് ക്രോപ്സാണ്, എന്ത് വിളകളാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. ദെൻ ക്ലോത്ത്സ് ദ വെയർ അല്ലേ, അവർ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ക്ലോത്ത്സാണ് യൂസ് ചെയ്യണത്. ആൻഡ് ഈവൻ മെനി ഓഫ് ദെയർ ഫെസ്റ്റിവൽസ് അല്ലേ, അവരുടെ ഫെസ്റ്റിവൽസ് പോലും. ഇപ്പം നമുക്കറിയാം ആസാമിൽ അവർ ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ ഓണം എന്ന് പറയുന്നത് ശരിക്കും ഒരു അഗ്രികൾച്ചറൽ ഫെസ്റ്റിവലാണ് ശരിക്കും അല്ലേ, കൃഷിയുടെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ദേശീയ ഉത്സവമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിൻ്റെ അല്ല, ഒരു ദേശീയ അഗ്രികൾച്ചറായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്ലൈമറ്റ്. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്? ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്ലൈമറ്റ്. The climate of a place is determined mainly by its latitude, altitude, position with respect to mountains, distance from the sea and by winds. Please underline that. The climate of a place is determined അല്ലേ, ഒരു സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് മെയിൻലി ബൈ ഇറ്റ്സ് ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു മൗണ്ടൻ അല്ലേ, അവിടുത്തെ ആൾട്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെയാണ് അല്ലേ, അത് എത്രമാത്രം എത്ര ഹൈറ്റിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഭൂപ്രദേശമാണ്, മൗണ്ടെയിൻ പർവ്വതനിരകളൊക്കെ അടുത്തുണ്ടോ അല്ലേ, നദീതീരത്തിന് അടുത്തായിട്ടുള്ള കുന്നിൻ മുകളിലാണ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലൈമറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദീസ് ഫാക്ടേഴ്സ് പ്ലേ എ റോൾ ഇൻ ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ആസ് എ ഹോൾ ആൻഡ് ഇൻ ദ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഓൾമോസ്റ്റ് ഓൾ ദീസ് ഫാക്ടേഴ്സ് പ്ലേ എ റോൾ ഇൻ ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. ഈ ആൾട്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും മൗണ്ടെയ്ൻസും അതുപോലെ തന്നെ സീയും അല്ലെങ്കിൽ അതൊക്കെ ക്ലൈമറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇന്ത്യ ആകമാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പല പല ഭാഗങ്ങളുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഫാക്ടേഴ്സാണ് ആൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ദെൻ പൊസിഷൻ വിത്ത് ദ റെസ്പെക്ട് ടു മൗണ്ടെയ്ൻസ്, ഡിസ്റ്റൻസ് ഫ്രം ദ സീ ആൻഡ് by wind. But firstly we want to discuss about latitude. With the Tropic of Cancer running through almost the middle of the country അല്ലേ, Tropic of Cancer പറഞ്ഞു തന്നിട്ടില്ല, Tropic of Cancer, Tropic of Capricorn അല്ലെ. Tropic of Cancer passes through the middle of the middle of the country. Most of India lies in the tropical and subtropical zone. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൂടുതൽ ഭാഗവും ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ സോണിലാണ് നിലനിൽക്കുന്നത്. സോ ദ ടെമ്പറേച്ചർ ഈസ് ജനറലി ക്വൈറ്റ് ഹൈ ത്രൂ ഔട്ട് ദ
കൺട്രി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എപ്പോഴും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ആയിരിക്കും. കാരണം നമ്മൾ എവിടെയാണുള്ളത്? ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കലാണ് ഇന്ത്യ ലൈസ്. നെക്സ്റ്റ് വൺ ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്, ഉയരം. ദ ടെമ്പറേച്ചർ ഓഫ് എ പ്ലേസ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ്. ഒരു പ്ലേസിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. Places located on hills or mountains like Shimla, Srinagar and altitude. The temperature of a place also depends on its altitude. Places located on hills or mountains like Shimla, Srinagar and Udagamandalam, that is another name of Ooty, are cooler than places in the plain. Listen. The temperature of a place also depend on its altitude. അല്ലേ, ഒരു പ്ലേസിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡിനെ, അല്ലേ, ഹൈറ്റിനെ ബേസ് ചെയ്തും കൂടിയാണ്. ദ പ്ലേസസ് ലൊക്കേറ്റഡ് ഓൺ ഹിൽസ് ഓർ മൗണ്ടെയ്ൻസ്, അല്ലേ, അതായത് പ്ലെയിൻ ഏരിയനേക്കാൾ കൂളറായിട്ടുള്ളതായിരിക്കും ഹില്ലിൽ അല്ലെങ്കിൽ മൗണ്ടെയിനിലുള്ളത്. ലൈക്ക് ഹിയർ ഈസ് ഷിംല, ശ്രീനഗർ ആൻഡ് ഊട്ടി ആർ ദ കൂളർ ദാൻ പ്ലേസസ് ഇൻ ദ പ്ലെയിൻ. Ooty in the Nilgiri is the pleasant throughout the year, even though it is relatively close to the equator. അല്ലേ, ഊട്ടി, നീലഗിരി. ലിസൺ, ഊട്ടി ഇൻ ദ നീലഗിരി ഈസ് ദ പ്ലസൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. അല്ലേ, വർഷം മുഴുവൻ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ്. കാരണം ഇക്വേറ്ററിന് അടുത്തായിട്ടായതുകൊണ്ടാണ് ഊട്ടിയിൽ അങ്ങനെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ. അപ്പോൾ ഈസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ, position with respect to mountains. To the north of the India, the lofty Himalayas stand as a barrier against the cold wind from the northern Asia. They also force the monsoon wind to shed most of their moisture within the country. Without this mountain barrier, the monsoon wind would have blown into Central Asia and the northern part of India would have remained dry. Listen. Position with respect to mountain. To the north of India, the lofty Himalayas stand as the barrier against the cold wind from the North Asia. അല്ലേ, ഹിമാലയ എന്താണ്? ഒരു ബാരിയർ, ഒരു തടസ്സമാണെന്ന് പറഞ്ഞു. Listen, north of India, lofty Himalayas stand as the barrier against the cold wind from the northern Asia. നോർത്തേൺ ഏഷ്യയിൽ നിന്ന് വരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ബാരിയർ, ഒരു ഒബ്സ്റ്റക്കിളാണ് ഹിമാലയ. They also force the monsoon wind to shed most of the moisture within the country. Without this mountain barrier, the monsoon wind would have blown into Central Asia and the northern part of India would have remained dry. ഇപ്പം എന്താണ്? അത് അതിനെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് മൺസൂൺ വിൻഡിന് ഇങ്ങോട്ട് വരാൻ കഴിയാതെ ഇവിടെ, അതുകൊണ്ട് നോർത്തേൺ പാർട്ടിൽ എപ്പോഴും എന്താണ്, എപ്പോഴും ഡ്രൈ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺസൂൺ വിൻഡിനെ, അല്ലേ, മഴ ലഭിക്കുന്നതിനുള്ള കാറ്റ് അവിടേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല, അതിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്താണ് തടഞ്ഞു നിർത്തുന്നത്? ഹിമാലയം. The Western Ghats influence the rainfall in Western India. They force the rain-bearing wind from the Arabian Sea to shed their moisture over their western slope. ഇനി വെസ്റ്റേൺ ഘട്ട് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ദ റെയിൻഫാൾ ഇൻ ദ വെസ്റ്റേൺ ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയിലെ റെയിൻഫാളിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദേ ഫോഴ്സ് ദ റെയിൻ ബിയറിംഗ് വിൻഡ് ഫ്രം ദ അറേബ്യൻ സീ. അല്ലേ, അറബിക്കടലിൽ നിന്ന് എന്താണ് റെയിൻ ബിയറിംഗ് ആയിട്ടുള്ള വിൻഡ്, അല്ലേ, മഴ അല്ലെങ്കിൽ മഴ ലഭിക്കത്തക്ക വിധത്തിലുള്ള കാറ്റിനെ വഹിച്ചുകൊണ്ടാണത് വരുന്നത്. The Arabian Sea to shed their moisture over their western slope. Thus, places to the east of the Western Ghats like Pune receive low rainfall. അതുകൊണ്ട് തന്നെ ഈസ്റ്റിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ലോ റെയിൻഫാൾ ആണ്. ലൈക്ക് പൂനെ ദർ ഈസ് ലോ റെയിൻഫാൾ. അപ്പം മഴ ലഭിക്കുന്നതും ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വൺ, ഡിസ്റ്റൻസസ് ഫ്രം ദ സീ. The sea have a moderating effect on the temperature in the coastal areas. This means that areas close to the sea do not experience a large variation in the temperature across season. The sea have a moderating effect of the temperature in the coastal areas. അല്ലേ, കോസ്റ്റൽ ഏരിയയിൽ എപ്പോഴും ഒരു മോഡറേറ്റിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം എന്താണ്, അടുത്ത് തന്നെ ആ തീരപ്രദേശങ്ങളിൽ അമിതമായിട്ടുള്ള ചൂടുണ്ടാവില്ല. This means that areas close to the sea do not experience a large variation in temperature across season. സീസൺ അനുസരിച്ച് വലിയൊരു വേരിയേഷൻ ഉണ്ടാവുന്നില്ല. കാരണം കടൽ അല്ലെങ്കിൽ സീ ലെവലിന് നിയറസ്റ്റ് ആയിട്ടുള്ളത്, അല്ലേ. ലിസൺ, ദിസ് മീൻസ് ദാറ്റ് ഏരിയാസ് ക്ലോസ് ടു ദ സീ ഡു നോട്ട് എക്സ്പീരിയൻസ് എ ലാർജ് വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ അക്രോസ് സീസൺ. സീസൺ അനുസരിച്ച് അവിടെ ടെമ്പറേച്ചറിൽ വലിയൊരു വേരിയേഷൻ ഉണ്ടാകുന്നില്ല. കാരണം കടലിനടുത്തായിട്ടുള്ള തീരപ്രദേശങ്ങളിൽ. ദസ് Chennai experiences less variation in temperature than Delhi does. അല്ലേ,
അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞൊരു വേരിയേഷനെ ചെന്നൈയിൽ ഉണ്ടാവുന്നുള്ളൂ. ദിസ് ഈസ് ബിക്കോസ് ചെന്നൈ ലൈസ് ഓൺ ദ കോസ്റ്റ് വൈൽ ഡൽഹി ഈസ് ഫാർ അവേ ഫ്രം ദ സീ. അതുകൊണ്ട് എന്താണ് ചെന്നൈയിലും ഡൽഹിയിലും ഒരേ വേരിയേഷൻ അല്ല, അല്ലെ ക്ലൈമാറ്റിക് ചേഞ്ച് ഒരുപോലെ അല്ല എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഡൽഹി എന്ന് പറയുന്നത് കടൽ തീരത്തിന് അടുത്തായിട്ടല്ല, അവിടെ നിന്ന് ഒരുപാട് അകലെയാണ്. പക്ഷെ ചെന്നൈ എന്ന് പറയുന്നത് കടലിൻ്റെ തീരപ്രദേശത്തായിട്ടാണ്. അപ്പോൾ അവിടെ രണ്ടിടത്തുള്ള സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. നെക്സ്റ്റ് വൺ, വിൻഡ്. When there is a difference in atmospheric pressure between two regions, air moves from the region of higher pressure to the region of lower pressure. This movement of air is called wind. അല്ലേ, വിൻഡിൻ്റെ ഈ മൂവ്മെൻറ്റ്, ദിസ് മൂവ്മെൻറ്റ് ഓഫ് എയർ ദാറ്റ് ഈസ് കാൾഡ് വിൻഡ്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് എയറിനെയാണ് നമ്മൾ എന്ത് പറയണത്? വിൻഡ് എന്ന് പറയണത്. ദെൻ air moves from the region of higher pressure to the region of lower pressure. This movement of air is called wind. The monsoon is a seasonal wind. മൺസൂൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു സീസണൽ വിൻഡാണ്. വിച്ച് ബ്ലോസ് ഇൻ എ ഫിക്സഡ് ഡിറക്ഷൻ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ സീസൺ. അല്ലേ, ഒരു പ്രത്യേക സീസണിൽ ഒരു ഫിക്സഡ് ഡിറക്ഷൻ, ഒരു പ്രത്യേക ഡിറക്ഷനിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. The word monsoon has been derived from Arabic word മൗസിം. അല്ലേ, മൗസിം എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് മൺസൂൺ എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. വിച്ച് മീൻസ് സീസൺ. എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സീസൺ എന്നാണ്. ദ മൺസൂൺ അഫക്റ്റ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ മോസ്റ്റ്. അല്ലേ, മൺസൂൺ എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ക്ലൈമറ്റിനെ, അല്ലേ, ഇന്ത്യൻ കാലാവസ്ഥയെ വളരെയധികം മൺസൂൺ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദ മൺസൂൺ അതർ വിൻഡ്സ് ഓൾസോ അഫക്റ്റ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. മൺസൂൺ അല്ലാതെ മറ്റ് വിൻഡുകളും ഇന്ത്യനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദ മൺസൂൺ അതർ വിൻഡ് ഓൾസോ അഫക്റ്റ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. വിൻഡ്സ് ബ്ലോയിങ് ഇൻ ഫ്രം ദ നോർത്ത് വെസ്റ്റ് ഡ്യൂറിങ് ദ വിൻ്റർ മന്ത് കോസ് കോൾഡ് വേവ്സ് ഇൻ ദ നോർത്തേൺ ഇന്ത്യ. ലിസൺ, അപ്പാർട്ട് ഫ്രം ദ മൺസൂൺ അതർ വിൻഡ് ഓൾസോ അഫക്റ്റ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. മൺസൂൺ വിൻഡ് അല്ലാതെ മറ്റുള്ള വിൻഡുകളും ഇന്ത്യൻ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വിൻഡ്സ് ബ്ലോയിങ് ഫ്രം നോർത്ത് വെസ്റ്റ് ഡ്യൂറിങ് ദ വിൻ്റർ മന്ത് കോസ് കോൾഡ് വേവ്സ് ഇൻ ദ നോർത്തേൺ ഇന്ത്യ. അല്ലേ, വിൻ്റർ മന്തിലെ കോൾഡ് വേവ്സ്, അല്ലേ, അത്തരത്തിലുള്ള ഈ തണുത്ത തിരമാലകൾ അതും നോർത്തേൺ ഇന്ത്യ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് സമ്മർ ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് സ്വീപ്പ് ഓവർ ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ കോസിങ് എ മാർക്ക്ഡ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഉണ്ടാവാൻ. അപ്പോൾ വിൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് ദാറ്റ് ഓൾസോ അഫക്റ്റഡ് ദ ക്ലൈമാറ്റിക് ചേഞ്ച്. ഓക്കെ, here we discuss what are the factors affecting the climate or factors determining climate. Here is mainly certain factors determining the climate. The firstly latitude, then altitude, next one position with respect to mountain, distance from the sea, and also winds. Okay, the next one, climatic diversity. What is our next topic? Climatic diversity. Okay, India generally has a tropical monsoon climate. അപ്പോൾ ഇന്ത്യയിൽ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് ക്ലൈമറ്റ് ആണുള്ളത്? ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ്. ഇൻ ഇന്ത്യ ഹിയർ ഈസ് എ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. However, there are regional variations. ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണെങ്കിലും റീജിയണൽ വേരിയേഷൻസ് ഉണ്ട്, അല്ലേ? ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ദ ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കൺട്രി എസ്പെഷ്യലി ഇൻ ദ നോർത്ത് ഹാസ് എ കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്, അല്ലേ? ഇത് ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കൺട്രി. ലിസൺ, ദ ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ ഉൾഭാഗത്തേക്ക് ചെല്ലുന്നതിനനുസരിച്ച് ലിസൺ എസ്പെഷ്യലി ഇൻ ദ നോർത്ത് ഇത് ഹാസ് എ കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്, അല്ലേ? പ്രത്യേകിച്ച് നോർത്തിൽ കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ നോർത്ത്? ലിസൺ, വി നോ ദാറ്റ് ഹിയർ ഇസ് ഫസ്റ്റ്ലി യു വാണ്ട് ടു നോ അബൌട്ട് ദ ഡിറക്ഷൻ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഹിയർ നോർത്തിലാണ് എന്തുള്ള ലാൻഡ് ഏരിയ ഉള്ളത്. ഇവിടെ നോർത്തിൽ ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണത് 3 സൈഡ്സ് കവേർഡ് വിത്ത് വാട്ടറാണ്. ബാക്കിയുള്ളിടത്തൊക്കെ സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലൊക്കെ എന്താണ് കവേർഡ് വിത്ത് വാട്ടറാണ്. പക്ഷേ നോർത്തിൽ മാത്രം ഹിയർ എന്താണ് ലാൻഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചും ഉണ്ട്. ലിസൺ,
especially in the north, has a continental type of climate. North, there is continental type of climate. Which type of climate in north? Continental type of climate. Areas having this type of climate are found far from the oceans and seas. അല്ലേ, കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഓഷ്യൻസിൽ നിന്നും സീസിൽ നിന്നും ഒരുപാട് അകലെ ആയതുകൊണ്ടാണ് അവിടെ എന്ത് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്? കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. വേർ ഈസ് ദ കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഇൻ ഇന്ത്യ? നോർത്ത്. ഓക്കെ. Then, therefore, the moderating effect of these water bodies on the temperature of these areas is not significant. Continental type of climate is characterized by hot summer and cold winter. അപ്പോൾ കോണ്ടിനെൻ്റൽ ക്ലൈമറ്റിക് കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? വിൻ്റർ എന്ന് സമ്മർ എന്ന് പറഞ്ഞാൽ ഹോട്ട് സമ്മർ ആയിരിക്കും. ഹോട്ട് സമ്മർ. വിൻ്റർ എന്ന് പറഞ്ഞാൽ കോൾഡ് വിൻ്ററും ആയിരിക്കും. കാരണം അതൊരിക്കലും തന്നെ ഇത് തീരപ്രദേശത്തല്ല, അല്ലേ, അവിടെ ഓഷ്യനും സീയൊന്നും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് അകലെ ആയതുകൊണ്ട് അതിന് ഇവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ അല്ലെ ആ ടെമ്പറേച്ചറൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഒന്നെങ്കിൽ ഹോട്ട് സമ്മർ അല്ലെങ്കിൽ കോൾഡ് വിൻ്റർ ആയിരിക്കും. ഐ റിപ്പീറ്റ്, കോണ്ടിനെൻ്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹോട്ട് സമ്മേഴ്സ് ആൻഡ് കോൾഡ് വിൻ്റേഴ്സ്. ദ കോസ്റ്റൽ ഏരിയാസ് ഹാവ് എ മോർ ഇക്വബിൾ ക്ലൈമറ്റ് with much smaller differences between summer and winter temperature. അല്ലേ, വിൻ്റർ ടെമ്പറേച്ചറും സമ്മർ ടെമ്പറേച്ചറും തമ്മിൽ ചെറിയ ഡിഫറൻസസ്. In the mountainous region, like climate is determined mainly by the altitude. അല്ലേ, മൗണ്ടൈനിയസ് റീജിയനിൽ ക്ലൈമറ്റ് മെയിനായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ആൾട്ടിറ്റ്യൂഡാണ് ക്ലൈമറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ഡിറ്റർമൈൻ ബൈ ദ ക്ലൈമറ്റ്? ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റാണ് പ്രധാനമായിട്ടും എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ക്ലൈമറ്റ്, കാലാവസ്ഥ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡാണ് ഓർ ഹൈറ്റ്. Then there is a great deal of variation in the amount of annual rainfall too. Rainfall is an area is collected in a special vessel. The height of water collected, that is in centimeters, indicate the amount of rainfall. Then there is a great deal of variation in the amount of annual rainfall too. ഇനി മറ്റൊന്ന് പറയുന്നത് ആനുവൽ റെയിൻഫാൾ, അല്ലേ, ഒരു വർഷത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് അതിലും എന്തുണ്ട്? വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അത് എപ്പോഴും നമ്മളത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. റെയിൻഫാൾ മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ലിസൺ, ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദിസ്? റെയിൻഫാൾ ഇൻ ആൻ ഏരിയ ഈസ് കളക്റ്റഡ് ഇൻ എ സ്പെഷ്യൽ വെസൽ. The height of water collected indicate the amount of rainfall. അല്ലേ, ഈ ഒരു വെസലിലാണ് നമ്മളത് കളക്ട് ചെയ്യണത്. ഹൈറ്റ് ഓഫ് ദ വാട്ടർ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ. അതാണ് അതിൻ്റെ ആ ഹൈറ്റ്, അതിൻ്റെ ഉയരമാണ് എത്രമാത്രം മഴ ലഭിക്കുന്നുണ്ട് എന്ന് അറിയണത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇൻ ജനറൽ റെയിൻഫാൾ ഡിക്രീസസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. പൊതുവേ നമുക്കറിയാം റെയിൻഫാൾ ഡിക്രീസസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അല്ലേ, റെയിൻഫാൾ എപ്പോഴും എന്തായിരിക്കും? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എത്തുന്തോറും റെയിൻഫാൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞു വരുന്നത്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എത്തുമ്പോൾ റെയിൻഫാൾ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ഹിയർ, while the hot, dry Thar desert in the northwest and the cold, dry area north of the Himalayas in Kashmir receive low annual rainfall. Listen, while the hot, dry Thar desert in the northwest, നമുക്കറിയാം താർ ഡെസേർട്ട് ഇൻ ദ നോർത്ത് വെസ്റ്റ്. ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് എന്തുള്ളത്? താർ ഡെസേർട്ട് ഉള്ളത്. അതുകൊണ്ട് താർ ഡെസേർട്ടിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഡ്രൈ ആയിട്ടുള്ളത്. ഓക്കെ, ഡ്രൈ ഇൻ താർ ഡെസേർട്ട് in the northwest and the cold, dry area north of the Himalayas in Kashmir receive low rainfall. അല്ലേ, കാശ്മീരിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ലോ റെയിൻഫാൾ ആണെന്ന് പറഞ്ഞു. Then the northeastern state of Meghalaya is one of the wettest area in the world. ലോകത്തിൽ തന്നെ ഏറ്റവും വെറ്റസ്റ്റ് ആയിട്ടുള്ള, അല്ലെ, ഏറ്റവും നനവുള്ള, അല്ലെ, ഈർപ്പുള്ള ഏരിയ എന്ന് പറയുന്നത് മേഘാലയാണ്. areas in the world. Chirapunji in Meghalaya has one of the world highest rainfall average. അല്ലേ, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിറാപുഞ്ചിയാണ്. മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. Then it has one of the world highest rainfall averages, that is 1.143 centimeter per year. Then here is Mausinram, a place near Chirapunji, has recorded an over even annual rainfall, that is here is over
here given 1.700 centimeter. Okay, here we discussed annual rainfall that also based on the here we discussed the climatic diversity on the basis of we understood how can we change it. Firstly, we discussed weather and climate on the basis of what are the factors determining the climate, that is latitude, altitude, and also position with respect to mountains, distance from the sea, and winds. Then we discussed about the climatic diversity. Okay. Then we want to know about Indian season. Okay. What is the next topic? Indian season. Can you say something related to Indian season? Have you any idea about Indian season? How many seasons in India? Okay. 4 major seasons. Indian seasons. What is the next topic? Indian seasons. 4 major seasons are recognized in India: winter, summer, rainy, and retreating monsoon. What are the 4 seasons? Winter, summer, rainy, retreating monsoon. Winter, summer, rainy, retreating monsoon. Okay. What is another name of rainy? That is the monsoon. Now here we discussed Indian seasons. Here is mainly 4 seasons. What are the 4 seasons? Winter season, summer season, rainy season, and also retreating monsoon. Firstly, we want to discuss about winter season. In India, winter begins in December and lasts till February. Okay, winter season, that is December to February. അല്ലേ? നമുക്കിപ്പോഴൊക്കെ അറിയാം രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഡിസംബർ ടു ഫെബ്രുവരി, ദാറ്റ് ഈസ് എ വിൻ്റർ സീസൺ. ഓക്കെ, ഡിസംബർ ആണ് സമയത്താണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഹിയർ in India, winter begins in December and lasts till February. In general, the temperature decreases from south to north. അല്ലേ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് സൗത്ത് ടു നോർത്ത് ആണ്. അല്ലേ, ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത് സൗത്ത് മുതൽ നോർത്ത് വരെയാണ്. ഇൻ ജനുവരി, പെനിൻസുലർ ഇന്ത്യ ഈസ് ക്വൈറ്റ് വാം, ദ നോർത്തേൺ പ്ലെയിൻസ് ആർ കോൾ. അല്ലേ, ജനുവരിയിൽ എങ്ങനെയാണ് പെനിൻസുലർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വൈറ്റ് വാം ആണ്. അല്ലേ, ദ നോർത്തേൺ പ്ലെയിൻസ് ആർ കൂൾ. നോർത്തേൺ പ്ലെയിനൊക്കെ ആ സമയത്ത് എന്താണ്, നല്ല തണുപ്പുള്ള ഒരു സമയമായിരിക്കും. വൈൽ ഇൻ ദ നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ദ മിനിമം ടെമ്പറേച്ചർ മേ റീച്ച് 0 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ. അപ്പോൾ നോർത്തേൺ പാർട്ടിൽ ചിലപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും, നോർത്തേൺ പ്ലെയിനിൽ കൂൾ ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞു. ഓൺ ദാറ്റ് ടൈം നോർത്തേൺ പാർട്ട് ദ ടെമ്പറേച്ചർ 0 ഡിഗ്രി ഓർ below. A high pressure zone build up over northern India because of the low temperature. Listen, high pressure zone build up over northern India. What is the reason? Because there is a low temperature. Warmer region in the south have low pressure. അല്ലേ, സൗത്തിലെ വാമർ റീജിയണിൽ എന്തായിരിക്കും, ലോ പ്രഷറാണ്. ലിസൺ, ഹൈ പ്രഷർ ഉണ്ടാവുന്നത് ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ലോ പ്രഷർ. അത്ര മാത്രം ഓർത്താൽ മതി. ഉണ്ട്, ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടും. ദെൻ ദിസ് കോസസ് കൂൾ ഡ്രൈ വിൻഡ് ടു ബ്ലോ ഫ്രം നോർത്ത് ടു സൗത്ത്. ഇപ്പോൾ ഇതെന്തേ കാരണമാകുന്നുണ്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഡ്രൈ വിൻഡ്, അല്ലേ, വരണ്ട കാറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ വിൻ്റർ ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഡ്രൈ വെതർ ആൻഡ് ചില്ലി ബ്രീസസ്. അല്ലേ, അതുകൊണ്ട് തന്നെ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്, ഒരു ഡ്രൈ വെതറാണ്. അല്ലേ, അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം വിൻ്റർ തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഒരു വിച്ച് ടൈപ്പ് ഓഫ് ഹിയർ ഈസ് യെസ് ഓൺ ദാറ്റ് ടൈം ഹിയർ ഈസ് വിൻ്റർ ഈസ് യൂഷ്വലി ഡ്രൈ വെതർ ആൻഡ് ചില്ലി ബ്രീസസ് ആണ്. അല്ലേ, ഒരു തണുത്ത കാറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിരിക്കും, ഒരു വരണ്ടതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലേ, സ്കിന്നൊക്കെ ഇങ്ങനെ വരണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആവും വിൻ്റർ സീസണിൽ ഉണ്ടാവാറുള്ളത്.
നോർത്തേൺ ഇന്ത്യ എക്സ്പീരിയൻസസ് മോഡറേറ്റ് റെയിൻഫാൾ ഇൻ വിൻ്റർ അല്ലേ. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള റെയിൻഫാളാണ് അല്ലേ, ഒരു മിതമായ രീതിയിലുള്ള റെയിൻഫാളാണ് വിൻ്റർ സീസണിലുള്ളത്. ദ സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ റിസീവ്സ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ആനുവൽ റെയിൻഫാൾ ഡ്യൂറിങ് വിൻ്റർ സീസൺ അല്ലേ. ഈ സീസണിൽ സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റിൽ അല്ലേ, സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ ദാറ്റ് റിസീവ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ആനുവൽ റെയിൻഫാൾ ഡ്യൂറിങ് വിൻ്റർ സീസൺ. വിൻ്റർ സീസണിലാണ് കൂടുതലായിട്ട് ആനുവൽ റെയിൻഫാൾ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി വി ഡിസ്കസ് അബൌട്ട് വിൻ്റർ. ഓക്കെ, ഹിയർ ഈസ് മെയിൻലി 4 seasons. First one is the winter season, next summer season. In India, summer is characterized by hot, dry weather. It begins in March and continues up to May. Okay, summer season March to May ആണ്. ബിഗിൻ ചെയ്യുന്നത് മാർച്ചിലാണ് അല്ലേ. ചൂടുകാലം വേനൽക്കാലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. ഏകദേശം മെയ് മാസം വരെയാണ് ഇതുള്ളത്, മാർച്ച് ടു മെയ്. ദെൻ സമ്മർ കംസ് ടു ദ സദേൺ സ്റ്റേറ്റ്സ് ഫസ്റ്റ്. ആദ്യമായിട്ട് സമ്മർ വരുന്നത് എവിടെയാണ്? സദേൺ സ്റ്റേറ്റ്സിലാണ് ആദ്യമായിട്ട് സമ്മർ വരുന്നത്. ബൈ മെയ് നോർത്തേൺ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആർ ദ ഹോട്ടസ്റ്റ് റീജിയൻ. നമുക്ക് സദേണിലാകുമ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മാർച്ചിലാണ്. അപ്പോൾ ആദ്യം വരുന്നത് എവിടെയാണ്? സൗത്തിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോർത്തിലേക്ക് എത്തുന്നത് മെയ് ഒക്കെ ആവുന്ന സമയത്താണ്. ദ നോർത്തേൺ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആർ ദ ഹോട്ടസ്റ്റ് റീജിയൻ വേർ ദ മാക്സിമം ടെമ്പറേച്ചർ റൈസസ് എബോവ് 45 degrees Celsius. ആ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 45 degrees Celsius ആണ്. This region also experiences a hot, dry and dusty wind called the Loo, which blows during the day. Listen, this region also experiences a hot, dry and dusty wind. ഹോട്ടും ഡ്രൈയും അല്ലേ, വരണ്ട നല്ല ചൂടുള്ള വരണ്ട ഒരു കാറ്റുണ്ട്. അതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലൂ എന്നാണ്. ഓക്കെ, ഡ്രൈ ആൻഡ് ഡസ്റ്റി വിൻഡ് കാൾഡ് ദ ലൂ വിച്ച് ബ്ലോസ് ഡ്യൂറിങ് ദ ഡേ അല്ലേ. പകൽ സമയത്തൊക്കെ ആ വരണ്ട പൊടിക്കാറ്റാണ് അതിൽ അടിക്കുന്നുണ്ടാവുക. എ ലോ പ്രഷർ സോൺ ഈസ് ക്രിയേറ്റഡ് ഓവർ നോർത്തേൺ ഇന്ത്യ ഡ്യൂ ടു ദ ഹൈ ടെമ്പറേച്ചർ. ദിസ് റിസൾട്ട് ഇൻ ലോക്കൽ സ്റ്റോം അക്കമ്പനീഡ് ബൈ സം റെയിൻ. എ ലോ പ്രഷർ സോൺ ഈസ് ക്രിയേറ്റഡ് ഓവർ നോർത്ത് ഇന്ത്യ ഇൻ ടു ദ ഹൈ ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു പ്രഷർ ലോ പ്രഷർ ആകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ്? ദിസ് റിസൾട്ട് ഇൻ ദ ലോക്കൽ സ്റ്റോംസ് അക്കമ്പനീഡ് ബൈ സം റെയിൻ. അപ്പോൾ അവിടെ ചെറിയ ചെറിയ കാറ്റുകളുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്താണ്? മഴയും ലഭിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് മൺസൂൺ. ഓക്കെ, winter season over, then summer season. Next one is the rainy or monsoon. What is the another season? Rainy season or monsoon. Okay, listen, the monsoon or rainy season begins in June, last till September. June to September ആണ് അല്ലേ മൺസൂൺ സീസൺ അല്ലെങ്കിൽ റെയിനി സീസൺ എന്ന് പറയുന്നത്. ജൂൺ ടു സെപ്റ്റംബർ. ബൈ ദ എൻഡ് ഓഫ് മെയ് pressure over the North India become lower due to the increasing temperature. This causes air from high pressure zone over the Indian Ocean to move towards India as the monsoon wind. These winds are moisture laden and cause heavy rainfall in India. Listen, by the end of May അല്ലേ, മെയ്യുടെ അവസാനം ആകുമ്പോഴേക്കും പ്രഷർ ഓവർ ദ നോർത്ത് ഇന്ത്യ ബിക്കം ലോവർ. നോർത്ത് ഇന്ത്യയിലെ പ്രഷർ എന്ത് ചെയ്യാൻ കുറയാൻ തുടങ്ങും. പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലോ പ്രഷർ ആകുമ്പം ടെമ്പറേച്ചർ ഹൈ ആവുമെന്ന് പറഞ്ഞു. ഇനി പ്രഷർ ബിക്കം ലോവർ ഡ്യൂ ടു ദ ഇൻക്രീസിങ് ടെമ്പറേച്ചർ അല്ലേ. പ്രഷർ കുറയുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ദിസ് കോസസ് എയർ ഫ്രം ഹൈ പ്രഷർ സോൺ ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ ടു മൂവ് ടുവാർഡ്സ് ദ ഇന്ത്യൻ മൺസൂൺ വിൻഡ്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ മൺസൂൺ വിൻഡ് അല്ലേ, മഴക്കാറ്റുകൾ ലഭിച്ചു തുടങ്ങും. ദീസ് വിൻഡ്സ് ആർ മോയ്സ്ചർ ലാഡൻ ആൻഡ് കോസ് ഹെവി റെയിൻഫാൾ ഇൻ ഇന്ത്യ. അപ്പം എന്താണ് ആ മഴക്കാറ്റുകളിൽ അത് ഈർപ്പം നിലനിൽക്കുക, മോയ്സ്ചർ വിൻഡാണ് അല്ലേ, ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്താണ് ഹെവി റെയിൻഫാൾ ലഭിക്കും. സിൻസ് ദീസ് വിൻഡ് കാൾഡ് ദ അഡ്വാൻസിങ് മൺസൂൺ എൻ്റർ ഇന്ത്യ ഫ്രം ദ സൗത്ത് വെസ്റ്റ്, ദേ ആർ കാൾഡ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. അത് എവിടേക്കാണ് എൻ്റർ ചെയ്യണത്? സൗത്ത് വെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നും. ദിസ് സീസൺ ഓഫ് ഹെവി റെയിൻഫാൾ ഈസ് ഓൾസോ കാൾഡ് മൺസൂൺ. ആ സമയത്താണ് കടുത്ത മഴ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ റെയിനി സീസൺ അല്ലെങ്കിൽ മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ഇന്ത്യ റിസീവ് റെയിൻഫാൾ ഡ്യൂറിങ് ദിസ് സീസൺ. ആ സമയത്ത് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് എന്താണ് ഹെവി ആയിട്ടുള്ള റെയിൻഫാൾ ലഭിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ദിസ് സീസൺ ഈസ് കാൾഡ് monsoon season.
Next one, land of the monsoon. The most important season in India is undoubtedly the season of rain. അല്ലേ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീസൺ ഏതാണെന്ന് ചോദിക്കുകയാണ്, നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും റെയിനി സീസണാണ്. The breaking of the monsoon make headlines in the newspapers. A good monsoon means a good yield in agriculture. അല്ലേ, നല്ല മൺസൂൺ എന്ന് പറഞ്ഞാൽ അത് നല്ല കൃഷിക്ക് ഏറ്റവും ഉപയുക്തമായിട്ടുള്ളതാണ്. Thus, the economy of India, an agricultural country, is greatly affected by the monsoon. നമുക്കറിയാം ഇന്ത്യയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അഗ്രികൾച്ചർ കൺട്രിയാണ്, അഗ്രികൾച്ചറിന് മോസ്റ്റ് ഇമ്പോർട്ടൻസ് നൽകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മൺസൂൺ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് വൈ ദ എക്കോണമി ടു ഇന്ത്യ ആൻ അഗ്രികൾച്ചറൽ കൺട്രി ഈസ് ഗ്രേറ്റ്ലി അഫക്റ്റഡ് ബൈ ദ മൺസൂൺ. അതുകൊണ്ട് തന്നെ നമ്മളെ ഇത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മൺസൂൺ ഇന്ത്യയെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then we want to discuss about retreating monsoon. അല്ലേ, ഇനി നെക്സ്റ്റ് എന്താണ്? that is the retreating monsoon. The monsoon retreats from India during October and November. അല്ലേ, ഒക്ടോബർ ടു നവംബർ ആണ് മൺസൂൺ ഉള്ളത്. ഒക്ടോബർ ടു നവംബർ. Listen, during the season of retreating monsoon, the pressure in northwestern India starts increase. അല്ലേ, നോർത്ത് വെസ്റ്റിൽ അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. അല്ലേ, നോർത്ത് വെസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ പ്രഷർ ഇൻക്രീസിങ് ദ നോർത്തേൺ വെസ്റ്റ്. ദെൻ the change in pressure condition leads to the reversal in the direction of the monsoon wind. അപ്പോൾ എന്ത് ചെയ്തു, മൺസൂൺ വിൻഡിൻ്റെ റിവേഴ്സൽ ഉണ്ടായി. These winds now blow from the north east to the south west. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് അത് എവിടേക്ക് അടിക്കാൻ തുടങ്ങി? ദാറ്റ് ഈസ് ദ സൗത്ത് വെസ്റ്റ്. ദാറ്റ് ആർ കാൾഡ് റിട്രീറ്റിംഗ് മൺസൂൺ. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് കാറ്റടിക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് കാൾഡ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത്. ലിസൺ, ദിസ് വിൻസ് നൗ ബ്ലോ ഫ്രം നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ്. അല്ലേ, നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് വെസ്റ്റ് വരെ, ഇവിടെ നിന്ന് ഇതുവരെ ബ്ലോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കാൾഡ് റിട്രീറ്റിംഗ് മൺസൂൺ. ദ റിട്രീറ്റിംഗ് മൺസൂൺ ബ്രിങ്സ് റെയിൻഫാൾ ടു കോസ്റ്റൽ തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ്. അല്ലേ, ഇത് എവിടേക്കൊക്കെ മഴ ലഭിക്കുന്നുണ്ട്? തമിഴ്നാടിൻ്റെ ആന്ധ്രാപ്രദേശിൻ്റെയൊക്കെ തീരപ്രദേശങ്ങളിലേക്ക്. ദ റെയിൻസ് ആർ ഓഫൺ അക്കമ്പനീഡ് ബൈ സ്ട്രോങ് വിൻഡ് ആൻഡ് കോസ് ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ. ചിലപ്പോൾ ഇതോടൊപ്പം തന്നെ എന്താണ്, സ്ട്രോങ് വിൻഡ്, അല്ലേ, കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. കൊടുങ്കാറ്റും പേമാരി എന്ന് കേട്ടിട്ടില്ലേ, കടുത്ത മഴയും അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എന്താണ്, ചില ഡിസ്ട്രക്ഷനൊക്കെ, അല്ലേ, നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കാനും ഇത് കാരണമാകുന്നുണ്ട്. റിട്രീറ്റിംഗ് മൺസൂൺ അതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, children, listen here. Now here we mainly discuss about the Indian season. We have mainly 4 seasons: winter season, summer season, rainy season and retreating monsoon. Firstly we already discussed winter season, that is December to February. Then summer season March to May, rainy season June to September, retreating monsoon October to November. Okay, all of you read your textbook very well, otherwise you have no idea about anything. Listen, it's very very important, this chapter. You want to give more importance, otherwise you have no improvement in this subject, especially geography. That is the basic things, the lifelong we want to know about this subject, otherwise you have no idea anything. Okay, to be continued on next class. Thank you, children.